ഹരി ഓം. 74-ാമത്തെ സ്തുതി നൃഗസ്തുതി. ഇത് ഭാഗവതത്തിൽ 64-ാമത്തെ അധ്യായം 27 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ. ഒരിക്കൽ യാദവകുമാരന്മാരായ സാമ്പൻ, ഗദൻ, പ്രദ്യുമ്നൻ തുടങ്ങിയ അവർ ഒരു പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. കുറേ കളിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചു. വെള്ളം അന്വേഷിച്ച് ഒരു കിണറ്റിനരികെ ചെന്നു. ആ കിണറ്റിൽ വലിയ ഒരു ഓന്തിനെ കണ്ടു. അതിനെ കരക്ക് കയറ്റാൻ അവർ ആവതും ശ്രമിച്ചു. നൂലും കയറുമിട്ട് പിണച്ച് വലിച്ചു നോക്കി, സാധിച്ചില്ല. അതിനാൽ അവർ ഭഗവാനെ വിവരമറിയിച്ചു. ഭഗവാൻ ഹരി വന്ന് ഇടത് കൈകൊണ്ട് അതിനെ നിഷ്പ്രയാസം കരകയറ്റി. ഭഗവാന്റെ സ്പർശനത്തോടെ ആ ഓന്ത് ജന്തുരൂപം ഉപേക്ഷിച്ച് ഒരു ദേവനെ പോലെ കാണപ്പെട്ടു. ഭഗവാൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ദിവ്യാകൃതിയുള്ള അങ്ങയെ ഞാനൊരു ദേവനാണെന്ന് കരുതുന്നു. ഇങ്ങനെ കിടക്കാൻ ഇട വന്നതെന്ത്? കൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ നൃപൻ തൻ്റെ പൊൻകിരീടം ഭഗവാന്റെ പാദത്തിൽ ചേർത്തിട്ട് പറഞ്ഞു, ഞാൻ ഇക്ഷ്വാകുപുത്രനായ നൃഗൻ എന്ന രാജാവാണ്. ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ, എത്ര നക്ഷത്രങ്ങളുണ്ടോ, അത്രയും എണ്ണിയാലൊടുങ്ങാത്തത്ര പശുക്കളെ ഞാൻ ദാനം ചെയ്തു. പൊന്നും പണവുമായി ഒട്ടനവധി ദാനങ്ങളും ചെയ്തു. ഞാനൊരു ബ്രാഹ്മണനു കൊടുത്ത പശു എങ്ങനെയോ അലഞ്ഞു വന്ന് എൻ്റെ പശുക്കൂട്ടത്തിൽ പെട്ടു. അതറിയാതെ അതിനെ മറ്റൊരു ബ്രാഹ്മണന് നൽകി. 2 ബ്രാഹ്മണരും എൻ്റെ അടുക്കൽ വന്ന് പശു എൻ്റേതാണെന്ന് വാദിച്ചു. ഞാൻ ആകെ പരിഭ്രമിച്ചു. ഈ പശുവിന് പകരം എത്ര പശുക്കളെ വേണമെങ്കിലും തരാം, ഇതിനെ വിട്ടുകൊടുക്കുക എന്ന് ആദ്യത്തെ ബ്രാഹ്മണനോട് പറഞ്ഞിട്ടും അയാൾ സമ്മതിച്ചില്ല. മരിച്ച് യമലോകത്ത് ചെന്നപ്പോൾ യമൻ പാപഫലം വേണോ ആദ്യം അതോ പുണ്യഫലം വേണോ ആദ്യം എന്ന് ചോദിച്ചു. പാപഫലം ആദ്യം അനുഭവിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരു ഓന്തായി കിടപ്പാൻ ശിക്ഷിച്ചു. നൃഗന്റെ സ്തുതി കേൾക്കാം. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഋഷികേശ പുണ്യശ്ലോകാച്യുതാവ്യയ അനുജാനീഹി മാം കൃഷ്ണ യാന്തം ദേവഗതിം പ്രഭോ യത്ര ക്വാപി സതശ്ചേതോ ഭൂയാന്മേ ത്വത്പദാസ്പദം നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമഃ ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദോസ്പൃഷ്ട്വാ സ്വമൗലിനാ അനുജ്ഞാതോ വിമാനാഗ്ര്യം ആരോഹത് പശ്യതാം നൃണാം. ദേവദേവ ജഗന്നാഥ ലോകനാഥ ഗോകുലേന്ദ്ര പുരുഷോത്തമ സർവാന്തര്യാമി ഋഷികേശ പുണ്യശ്ലോക അച്യുത അവ്യയ പ്രഭോ ദേവലോകത്തിലേക്ക് പോകുന്ന എനിക്ക് അനുജ്ഞ തരുക. എവിടെയിരുന്നാലും എൻ്റെ മനസ്സ് അങ്ങയുടെ പാദപത്മത്തെ തന്നെ സ്മരിക്കാനിടയാകട്ടെ. സർവകാരണഭൂതനും ബ്രഹ്മസ്വരൂപനും അനന്തശക്തിയുമായ അങ്ങയ്ക്ക് നമസ്കാരം. കൃഷ്ണനും വാസുദേവനും യോഗങ്ങളുടെ പതിയുമായ അങ്ങയ്ക്ക് നമസ്കാരം. ഇങ്ങനെ പറഞ്ഞ്
കൃഷ്ണനെ പ്രദക്ഷിണം വെച്ച് തൻ്റെ ശിരസ്സുകൊണ്ട് ഭഗവാന്റെ പാദം സ്പർശിച്ച് വന്ദിച്ച് ജനങ്ങൾ നോക്കി നിൽക്കെ ഭഗവാന്റെ അനുജ്ഞയോടെ ശ്രേഷ്ഠമായ വിമാനത്തിൽ കയറി സ്വർഗത്തിൽ പോയി. ഭഗവാൻ തൻ്റെ കുട്ടികളോട് ബ്രഹ്മസ്വത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു. ബ്രാഹ്മണൻ്റെ മുതൽ അപഹരിക്കുകയോ വിപ്രനെ ദ്രോഹിക്കുകയോ ചെയ്യരുത്. ചെയ്താൽ നരകമാണ് ഫലം. അറിയാതെ ചെയ്യുന്ന അപരാധം പോലും ഒരുവനെ അധപ്പതിപ്പിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ.